തിരുവനന്തപുരം ഒരു വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പം നേരത്തെ ഉള്ള ഒരു സിനാരിയോ മാറിയിട്ട് ഇവിടുത്തെ ലാൻഡ് കോസ്റ്റ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പം കവടിയാർ കുറവങ്കോണം അല്ലെങ്കിൽ വഴുതക്കാട് ശാസ്തമംഗലം വെള്ളയമ്പലം തുടങ്ങിയ മേഖലകളിലൊന്നും നമുക്കിപ്പം കാരണം അതെല്ലാം കമേഴ്ഷ്യലൈസ്ഡ് ആയിരിക്കും. നേരത്തെ ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അപ്പോൾ ഒരു സെൻറ്റിന് ഇപ്പോൾ ഒരു 50 മുതൽ 75 ലക്ഷം രൂപ വരെ വിലയുണ്ട് ഒരു സെൻറ്റിന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് അത്തരത്തിലുള്ള ലാൻഡ് കോസ്റ്റ് നിലനിൽക്കുമ്പോൾ ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു 15 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് റിയൽ എസ്റ്റേറ്റ് കുറച്ചുകൂടെ നമുക്ക് ആക്റ്റീവായിട്ട് വന്നത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പർച്ചേസേഴ്സിന് എപ്പോഴും താല്പര്യം എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. നല്ല ലൊക്കേഷനുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം അവർക്ക് ബഡ്ജറ്റാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3-4 ജനറേഷനിലുള്ള ആൾക്കാരെ നമ്മൾ കേറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ജനറേഷനും ഓരോ ആവശ്യങ്ങളാണ്. ഇപ്പം യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഏറ്റവും എലമെൻ്റലായിട്ടുള്ളൊരു പാർട്ടാണ് ഈ കുഞ്ഞുങ്ങൾ എന്നുള്ളത്. കാരണം ഇപ്പം പഴയ പോലല്ല, അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെയും കൂടെ കാണിച്ച് ആ കുഞ്ഞുങ്ങൾക്കൂടെ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടാൽ അവരത് എടുക്കത്തുള്ളൂ. നേരത്തെ ഇതൊരു ഒരു കുടുംബത്തിലെ എൽഡേഴ്സ് മാത്രം എടുക്കുന്നൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ 4 കാറ്റഗറിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് എല്ലാ ബിൽഡറും ഒരു രൂപകൽപ്പന ചെയ്യേണ്ടത്.